കേരളത്തിന്റെ പുതിയ ഗവർണർ രാജേന്ദ്ര അർലേക്കറിനെ കുറിച്ച് മുൻവിധികളില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഭരണഘടനാ വിരുദ്ധമായ ഇടപെടലുകൾ മാത്രം നടത്തിയ ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹത്തെ മഹത്വവൽക്കരിക്കാൻ ചില മാധ്യമങ്ങൾ ശ്രമിച്ചുവെന്നും MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. എന്നാൽ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തതിന്റെ തുടർച്ച നടത്താനാണ് പുതിയ ഗവർണറുടെ തീരുമാനമെങ്കിൽ രാഷ്ട്രീയമായി തന്നെ നേരിടുമെന്ന് AK ബാലൻ പറഞ്ഞു. പുതിയ ഗവർണറെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല എന്നായിരുന്നു BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രന്റെ മുന്നറിയിപ്പ്. ശരിയായ രീതിയിൽ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിച്ചു പോകുന്ന ഒരു സമീപനത്തിലേക്ക് ഗവർണർ എത്തണം എന്നാണ് ഗവർണറെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ കാഴ്ചപ്പാട്. ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്തൊരു മുൻവിധിയുമില്ല. നിലവിലുള്ള ഗവർണറെ സംബന്ധിച്ചിടത്തോളം പരാതി കേരളത്തിലുണ്ട്. അതിനെ വെള്ളപൂശാൻ വേണ്ടി മഹത്വവൽക്കരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ചില മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഏത് ഗവർണർ വന്നു കഴിഞ്ഞാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവുമല്ല. ഭരണഘടനാപരമായി പെരുമാറണമെന്ന് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഞങ്ങൾക്കൊരു പ്രത്യേക ആനുകൂല്യവും വേണ്ട, മേഴ്സിയും വേണ്ട. പുതിയ ഗവർണറെ കുറിച്ച് നിങ്ങൾക്ക് ധാരണയൊന്നും ഇല്ലാത്തത് കൊണ്ട് തിരുവനന്തപുരത്ത് സൈഫ് സൈനുൽ ആബ്ദീനും ഡൽഹിയിൽ നിന്ന് ധനസുമോദും വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ആദ്യം സൈഫിലേക്ക്. സൈഫ്, കേരളത്തിനുള്ള കേന്ദ്രത്തിന്റെ ക്രിസ്മസ് സർപ്രൈസാണ് പുതിയ ഗവർണർ. എന്താണ് പുതിയ ഗവർണറുടെ നിലപാട്? ഒരു ഗവർണറുടെ എന്ന് വെച്ചാൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ സംഭാവനകളിൽ തന്നെ ഒരുപാട് കാലം ഓർമ്മിക്കാൻ കേരളത്തിനുണ്ട്. അപ്പോൾ പുതിയൊരു പക്കാ RSSകാരനായ ഒരു പുതിയ ഗവർണർ കൂടി വരുമ്പോൾ അതിൻ്റെ ഒരു ആശങ്കയും അങ്കലാപ്പും ഒരുപക്ഷെ CPM-നും കോൺഗ്രസിനും ഒക്കെ ഉണ്ടാകും. CPM എങ്ങനെയാണ് പുതിയ ഗവർണറെ കാണുന്നത്, ആ കേന്ദ്രത്തിന്റെ നീക്കത്തെ കാണുന്നത്? ക്രിസ്മസ് സർപ്രൈസ് എന്ന് പറയുമ്പോൾ ഇത്രയും വലിയ ക്രിസ്മസ് സർപ്രൈസ് വേണമായിരുന്നോ എന്ന് ചോദിക്കുന്ന പല ആൾക്കാരും ഉണ്ട്. കാരണം ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണറുടെ ഒരു രീതികളും അതിൻ്റെ ചെയ്തികളും എല്ലാം, അതിൻ്റെ പ്രശ്നങ്ങളും ഒന്നും ഇതുവരെ തീർന്നിട്ടില്ല. 5 വർഷം സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള നേരിട്ടുള്ള പോരാണ് കേരളം കണ്ടത്. അത് ഒരു വിഷയത്തിലല്ല, ഒരുപാട് വിഷയങ്ങളിൽ തുടങ്ങി. ആദ്യം മുഖ്യമന്ത്രിക്കെതിരെ വാർത്താ സമ്മേളനം നടത്തുന്നു, നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പിടാതിരിക്കുന്നു, ബില്ലുകളിൽ ഒപ്പിടാതിരിക്കുന്നു, സർവകലാശാല ഭരണത്തിൽ ഇടപെടുന്നു, SFI വിദ്യാർത്ഥികളെ തെരുവിൽ നേരിടുന്നു, റോഡിൽ കുത്തിയിരിക്കുന്നു, ആഭ്യന്തരമന്ത്രിയെ വിളിക്കുന്നു, സർവകലാശാല നിയമങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാർ പാസ്സാക്കുന്ന നിയമങ്ങളിൽ ഒപ്പിടാതെ പിടിച്ചു വെച്ചിട്ട് രാഷ്ട്രപതിക്ക് അയക്കുന്നു. അങ്ങനെ പ്രശ്നങ്ങളുടെ വലിയൊരു കൂമ്പാരം തന്നെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടാക്കിയത്. അദ്ദേഹം ഒരു പകുതി RSSകാരനാണ്. കാരണം അദ്ദേഹം ജനതാ പാർട്ടിയിൽ തുടങ്ങി, പിന്നീട് സംഘപരിവാറുമായി ചേർന്ന് സംഘപരിവാറിൻ്റെ അടുത്ത ആളായി മാറി കേരളത്തിലേക്ക് ഗവർണറായി വരുന്നു. 5 വർഷം ഇന്ത്യയിലെ ഏക ഇടതുപക്ഷ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താനും പ്രതിസന്ധിയിലാക്കാനും വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തി കേന്ദ്ര സർക്കാരിൻ്റെ ഗുഡ് ബുക്കിൽ പെടുന്നു. അങ്ങനെ ഒരു പകുതി സംഘപരിവാറായി സംഖ്യയായി മാറിയ ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. പക്ഷേ പുതിയ ഗവർണർ രാജേന്ദ്ര അർലേക്കർ അങ്ങനെയല്ല. ജനിച്ചപ്പോൾ മുതൽ സംഘപരിവാർകാരനാണ് അദ്ദേഹം. 1954 ജയിച്ച് വിദ്യാഭ്യാസ കാലം മുതൽ RSSൽ പ്രവർത്തിച്ച് പിന്നീട് കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട സംഘപരിവാറിൻ്റെ, കേന്ദ്ര സർക്കാരിൻ്റെ എന്ന് പറയില്ല, സംഘപരിവാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദവികളിൽ വരുന്നു. സംഘപരിവാർ ഭരിക്കുന്ന ഗോവയിലടക്കം അദ്ദേഹം പ്രധാന പദവികളിലേക്ക് എത്തുന്നു. മനോഹർ പരീക്കർ പ്രതിരോധ മന്ത്രിയായി പോകുന്ന സമയത്ത് ഗോവയിലെ മുഖ്യമന്ത്രിയാക്കിയാലോ എന്ന് സംഘപരിവാർ ആലോചിച്ച ആളാണ് അദ്ദേഹം. അങ്ങനെ സംഘപരിവാറുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്നയാൾ. അങ്ങനെ പകുതി സംഘപരിവാറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഒരുപക്ഷെ രാജേന്ദ്ര അർലേക്കർ ഇവിടെ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് CPM വിലയിരുത്തുന്നുണ്ട്. അതേസമയം തന്നെ MV ഗോവിന്ദൻ ഇന്ന് പറഞ്ഞ വാക്കുകളുണ്ട്, ഒരു മുൻവിധിയോടുകൂടി സമീപിക്കുന്നില്ല എന്നുള്ളത്. കാരണം അതിനൊരു രാഷ്ട്രീയ കാരണം കൂടിയുണ്ട്. അദ്ദേഹം ഇവിടെ വന്ന് ചാർജ് എടുത്തിട്ടില്ല. ചാർജ് എടുത്ത ശേഷം എന്തെങ്കിലും തരത്തിലുള്ള നിലപാടുകൾ ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തതിൻ്റെ തുടർച്ചയാണ്, അല്ലെങ്കിൽ അതിൽ കൂടുതലാണ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ നോക്കിക്കാണാം. ഒരു മുൻവിധിയോട് കൂടി ശ്രമിച്ച ഒരു യുദ്ധപ്രഖ്യാപനം ഇപ്പോൾ തന്നെ നടത്തേണ്ടതില്ല. ഇനി അദ്ദേഹം സൗമ്യമായി പോകാനാണ് ആലോചിക്കുന്നതെങ്കിൽ അങ്ങനെ പൊയ്ക്കോട്ടെ. ഇപ്പോൾ ആദ്യം തന്നെ അദ്ദേഹം RSSകാരനാണ്, അദ്ദേഹം ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന മുൻവിധിയോടുകൂടി പരസ്യമായ പ്രസ്താവനകൾ നടത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ ചെവിയിലേക്ക് അത് എത്തിച്ചേരും. പിന്നെ വന്ന് പ്രശ്നങ്ങൾ തന്നെയായിരിക്കും. അതുകൊണ്ട് അദ്ദേഹം വന്ന് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ എന്താണെന്ന് അറിയട്ടെ. അതുകൊണ്ട് അതിനുശേഷം രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാം എന്നൊരു വിലയിരുത്തലാണ് CPM നേതൃത്വത്തിനുള്ളത്. അതുകൊണ്ടാണ് സൗമ്യമായ രീതിയിൽ MV ഗോവിന്ദൻ ഇപ്പോൾ പറഞ്ഞു വെച്ചത്. ഇനി ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശമെങ്കിൽ അദ്ദേഹത്തെ നിയമപരമായി നേരിടുക, നിയമപരമായി ആരിഫ് മുഹമ്മദ് ഖാനെ നേരിട്ടതുപോലെ അദ്ദേഹത്തെ നേരിടുക, രാഷ്ട്രീയമായി ആരിഫ് മുഹമ്മദിനേക്കാൾ നേരിട്ടതിനേക്കാൾ കൂടുതൽ തീവ്രതയോടുകൂടി നേരിടുക. ആ തീരുമാനമാണ് CPM-ന്റെ
സംസ്ഥാന നേതൃത്വം എടുത്തിട്ടുള്ളത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ചിരിച്ചുകൊണ്ട് ഒരു കാര്യം പറയുന്നത് നമ്മൾ കേട്ടു, നിങ്ങൾക്കറിയില്ല എന്നുള്ളത്. സ്വാഭാവികമാണ്. RSSകാരെ അദ്ദേഹത്തിന് കൂടുതൽ അറിയാവുന്ന ആളാണ്, അദ്ദേഹത്തെ കൂടുതൽ അറിയുന്ന ആളാണ്. അദ്ദേഹം എന്താണ് ചെയ്യാൻ പോകുന്നതിൻ്റെ സൂചനയൊക്കെ ചിലപ്പോൾ കെ സുരേന്ദ്രൻ്റെ വാക്കുകളിൽ ഉണ്ടായിരിക്കാം. കെ സുരേന്ദ്രൻ പിന്നെ കുറച്ചുണ്ടെങ്കിൽ കുറച്ചുകൂടെ കയറ്റി പറയുന്ന ആളാണ്. എന്തായാലും കാത്തിരുന്ന് കാണേണ്ടതാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. സംഘപരിവാറിൻ്റെ ആളായതുകൊണ്ട്, RSSകാരനായതുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാനിൽ നിന്ന് ഒട്ടും പുറകോട്ടായിരിക്കില്ല എന്നൊരു വിലയിരുത്തൽ CPM നേതൃത്വത്തിനുണ്ട്. സൈഫുദ്ദീൻ. ശരി സൈഫ്, ഇപ്പോൾ ധനസുമോദ് കൂടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ധനസുമോദ്, രാജ്യത്തെ ഏക ഇടതുപക്ഷ സർക്കാരിനെ പരമാവധി പ്രതിസന്ധിയിലാക്കി BJPയെയും കേന്ദ്രത്തെയും പരമാവധി സന്തോഷിപ്പിച്ച ആരിഫ് മുഹമ്മദ് ഖാനെ മാറ്റി പക്കാ RSSകാരനായ അർലേക്കറെ കേരളത്തിലേക്ക് നിയമിക്കുന്നതിലൂടെ കേന്ദ്രവും BJPയും ലക്ഷ്യം വെക്കുന്നത് എന്താണ് സുമോദ്? ഇപ്പോൾ പ്രധാനമായും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശാഖയുള്ള ഒരു സംസ്ഥാനം RSSന് സംസ്ഥാനം എന്ന് പറയുന്നത് തന്നെ കേരളമാണ്. പക്ഷേ ഈ കേരളത്തിൽ ഇത്രയും വലിയ തരത്തിലുള്ള മുന്നേറ്റം പോകുന്നു. മാത്രമല്ല ഈ വനവാസി കല്യാണാശ്രം എന്ന് പറയുന്ന അവരുടെ ഒരു ട്രൈബൽ വിങ്ങിൽ പ്രത്യേകം, തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രത്യേകം വലിയ സ്വാധീനം അതൊക്കെ ഉണ്ടായിട്ട് പോലും ഒരു പലപ്പോഴും അവരുടെ സ്വാധീനത്തിനനുസരിച്ചുള്ള ഒരു ഗുണം ഈ ജനപ്രതിനിധികളുടെ എണ്ണത്തിൽ, പ്രത്യേകിച്ച് MLA-മാരുടെ എണ്ണത്തിൽ കേരളത്തിൽ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് RSSനെ BJPയെ പ്രത്യേകിച്ച് വല്ലാതെ അലട്ടുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും RSSന്റെ 100ാം വാർഷികമാണ്. ഇതുപോലുള്ളൊരു സ്വാധീനമുള്ള സ്ഥലത്ത് കൃത്യമായ ഒരു പ്രത്യയശാസ്ത്ര ഒരു ദാർഢ്യമുള്ള ഒരാൾ തന്നെ വേണം എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ BJPയും RSSും ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. കാര്യം നമ്മളിത് ഈ ഗവർണർമാരുടെ ഒരു രീതി നോക്കുകയാണെങ്കിൽ സാധാരണ മറ്റു പാർട്ടികളിൽ നിന്ന് ചേക്കേറി BJPയിൽ എത്തിയവർ അല്ലെങ്കിൽ IPS IAS പദവിയിൽ നിന്ന് എത്തിയവർ ഇവരാണ്